കൊച്ചിയിൽ നിന്നും കൊടൈക്കനാലിലേക്കുള്ളൊരു യാത്രയാണ്. കൊടൈക്കനാൽ പലതവണ പോയിട്ടുണ്ടെങ്കിലും ഇത്തവണത്തെ യാത്ര അവിടുത്തെ ഗ്രാമങ്ങൾ കാണാനാണ്. കൊടൈക്കനാലില് ടൗണിൽ തന്നെയായിരുന്നു ഞങ്ങളുടെ സ്റ്റേ. ദ ഫാം ഹൗസ് എന്ന ഹോട്ടലിൽ. 100 വർഷത്തോളം പഴക്കമുള്ള കെട്ടിടമാണ് ഇതെന്നാണ് ഇവിടുത്തെ സ്റ്റാഫ് ഞങ്ങളോട് പറഞ്ഞത്. വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ളൊരു സ്റ്റേ ആയിരുന്നു അത്. വൈകുന്നേരം കൊടായിലേക്കിൽ എത്തിയപ്പോളെ അത്യാവശ്യം തണുപ്പൊക്കെ അനുഭവപ്പെട്ടു തുടങ്ങിയിരുന്നു. രാത്രി ടെമ്പറേച്ചർ ഒരു 10 ഡിഗ്രി ഒക്കെ വരെ പോയിട്ടുണ്ടാകും. ഏതായാലും കൊച്ചിയിലെ ചൂടിൽ നിന്നും 2 ദിവസത്തേക്കെങ്കിലും രക്ഷപ്പെടാൻ പോയ ഞങ്ങൾക്ക് അതൊരു വലിയ ആശ്വാസമായിരുന്നു. പിറ്റേന്ന് രാവിലെ മനോഹരമായ ഒരു സൺറൈസ് കണ്ടുകൊണ്ടായിരുന്നു തുടക്കം. ഞങ്ങളുടെ താമസ സ്ഥലത്തു നിന്നുള്ള വ്യൂ ആണിത്. വളരെ റിലാക്സ്ഡായി കുറച്ച് സമയം ചെലവഴിക്കുക എന്നതായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. പതിയെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഏകദേശം 9:30ഓടെയാണ് ഞങ്ങൾ ഗ്രാമങ്ങളിലേക്ക് യാത്ര ആരംഭിച്ചത്. ആദ്യം പൂമ്പാറയിൽ നിന്നായിരുന്നു തുടക്കം. പൂമ്പാറ ഒരു കാർഷിക ഗ്രാമമാണ്. ഭൂമി ഇങ്ങനെ തട്ടുതട്ടുകളായി തിരിച്ച് കൃഷി ചെയ്യുകയാണ് ഇവിടെയുള്ളവർ ചെയ്യുന്നത്. വീടുകളെല്ലാം കളർഫുള്ളായ പെയിന്റ് ഒക്കെ പൂശി ഇങ്ങനെ തൊട്ടൊരുമി നിൽപ്പുണ്ട്. ഈ ഗ്രാമങ്ങളിൽ നിലവിൽ ഒരുപാട് സ്റ്റേ ഓപ്ഷൻസ് ഇല്ല. പക്ഷെ ഇവിടെ ഇപ്പോൾ ഇതുപോലുള്ള ചെറിയ എ ഫ്രെയിമുകളൊക്കെ നിർമ്മിക്കുന്നതും ഞങ്ങൾ കണ്ടായിരുന്നു. ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം കൂകൽ ഗ്രാമമാണ്. പൈൻ മരങ്ങളും യൂക്കാലിപ്സ് മരങ്ങളും ഒക്കെ നിറഞ്ഞ വഴികളിലൂടെയായിരുന്നു യാത്ര. ഇടയ്ക്ക് യൂക്കാലി മരങ്ങളുടെ ആ മണവും നമുക്ക് അനുഭവപ്പെടും. കൂകലിലെ പ്രധാന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കൂകൽ ലേക്ക് ആണ്. നട്ടുച്ചയ്ക്കാണ് അവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ ഒരുപാട് നേരമൊന്നും അവിടെ നിന്നില്ല. കൂകൽ ലേക്കിനേക്കാൾ എനിക്കിഷ്ടപ്പെട്ടത് കൂകലിലേക്ക് പോകുന്ന വഴിയുള്ള ഈ ഒരു ചെറിയ തടാകമാണ്. അവിടെ നല്ല തണലുണ്ടായിരുന്നു, ചെറിയ തണുപ്പുണ്ടായിരുന്നു. വെറുതെ ഇങ്ങനെ ദൂരത്തേക്കൊക്കെ നോക്കിയിരിക്കാൻ നല്ല രസമായിരുന്നു. മന്നവന്നൂരിലേക്കാണ് അടുത്തതായി എത്തിയത്. പൂമ്പാറയും കൂകലും ഒക്കെ പോലെ തന്നെ മന്നവന്നൂരും ഒരു കാർഷിക ഗ്രാമമാണ്. വിശപ്പിന്റെ ആധിക്യം കൂടിയത് കൊണ്ട് തന്നെ മന്നവന്നൂർ എത്തിയ പാടെ ആദ്യം തിരിഞ്ഞത് എവിടെ നല്ല ഭക്ഷണം കിട്ടും എന്നതായിരുന്നു. അങ്ങനെ ഞങ്ങൾ കണ്ടുപിടിച്ചതാണ് ദേ ആ കാണുന്ന വല്ലവൻ എന്ന ഹോട്ടൽ. നല്ല ഭക്ഷണമായിരുന്നു. വയറും നിറഞ്ഞു, മനസ്സും നിറഞ്ഞു. പിന്നെ തൊട്ടടുത്ത കടയിൽ നിന്നും നല്ല ചൂട് ചായയും ചൂട് മാഗിയും. മന്നവന്നൂരിലെ പ്രധാന അട്രാക്ഷൻ ഈ കാണുന്ന ഷീപ്പ് റിസർച്ച് സെന്റർ ആൻഡ് റാബിറ്റ് ഫാം ആണ്. ഇതിനകത്തും ഒരു ക്യാൻറ്റീൻ ഉണ്ട്. ഇവിടെ എത്തുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഫാമിലേക്കുള്ള എൻട്രി 4 മണി വരെ ഉള്ളൂ എന്നതാണ്. ഏകദേശം 4:30 ആടുകളെ കൂട്ടിൽ കയറ്റും. ആ തടാകത്തിന്റെ ബാക്ക്ഡ്രോപ്പിൽ ആടുകൾ ഇങ്ങനെ വരി വരിയായി നടന്നു പോകുന്ന ഒരു കാഴ്ചയുണ്ട്. അതൊരു മനോഹരമായ ദൃശ്യം തന്നെയായിരുന്നു. ഏകദേശം 1200 ഏക്കറോളം വ്യാപിച്ചു കിടക്കുന്നതാണ് ഈ ഫാം. 600ഓളം ആടുകളാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. ഷീപ്പ് ഫാമിനോട് ചേർന്ന് തന്നെ ഒരു റാബിറ്റ് ഫാമുമുണ്ട്. ഇതും സന്ദർശകർക്ക് കാണാൻ സാധിക്കും. ഇനി ആടുകളെയും മുയലുകളെയും ഒന്നും കാണാൻ താല്പര്യമില്ലെങ്കിൽ കൂടി ഇവിടെ ഈ പുൽമേട്ടിലിരുന്ന് ദൂരെ കാണുന്ന ആ തടാകം നോക്കിയിരിക്കാനൊക്കെ നല്ല രസമാണ്. തിരിച്ചു പോകുന്ന വഴി ഒട്ടും പ്ലാൻഡ് അല്ലാതെ എത്തിപ്പെട്ടൊരു സ്ഥലമാണ് ഈ കാണുന്ന കഫേ. ഇത് മലയാളികൾ
നമ്മുടെ തൃശ്ശൂർക്കാർ നടത്തുന്ന കഫേയാണ്. അവിടെ ഒരു ഹസ്കി ഉണ്ടായിരുന്നു. അതിന്റെ അടുത്തേക്ക് പോകാൻ എനിക്ക് പേടിയായിരുന്നു. അതുകൊണ്ട് ഒരു കയ്യകലത്തിലൊക്കെ ഇരുന്നാണ് വീഡിയോ എടുത്തത്. ഈ കഫേയിൽ വന്നിരുന്നാലും നമ്മൾ ആദ്യം കണ്ട പൂമ്പാറ ഗ്രാമത്തിന്റെ ഒരു ദൂര കാഴ്ച നമുക്ക് ലഭിക്കും. ആ സന്ധ്യാനേരത്ത് ചുവന്ന സൂര്യന്റെ താഴെ പിങ്കും മഞ്ഞയും പച്ചയും ഒക്കെ നിറങ്ങളിൽ പൂമ്പാറ ഗ്രാമത്തിലെ ആ വീടുകൾ, അതും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ ആയിരുന്നു. അങ്ങനെ ഒരു ഹോട്ട് ചോക്ലേറ്റും കുടിച്ച് ആ കാഴ്ചകൾ ആസ്വദിച്ച് ഞങ്ങളിരുന്നു. പിറ്റേന്ന് തിരികെ വീണ്ടും കൊച്ചിയിലെ ചൂടിലേക്ക്.